ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻഷോട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പിപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതൊക്കെ ഷെയർ ചെയ്തിരുന്നു. കാണാത്ത കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് ഇൻഷോട്ടിനകത്ത് എങ്ങനെ വീഡിയോസ് മെർജ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായി പോകുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എളുപ്പമായിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഒന്നും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിനകത്ത് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീഡിയോ എന്നുള്ള പോർഷൻ സെലക്ട് ചെയ്തിട്ട് ന്യൂ എന്ന് കാണുന്ന ബട്ടണിൽ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ഏതൊക്കെ വീഡിയോയാണ് നമുക്ക് മെർജ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ 1, 2, 3, 4 ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന ക്രമത്തിൽ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പച്ച ടിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസ്, നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോസ് എല്ലാം ഇതിനകത്ത് ഇൻഷോട്ടിനകത്തേക്ക് വരുന്നതായിരിക്കും. 1, 2, 3 എന്നുള്ള ക്രമത്തിൽ നമുക്കിതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് തന്നെ ഈ വീഡിയോസ്, നമ്മൾ കൊണ്ടുവന്ന വീഡിയോസിനെ ഇതിനകത്ത് വെച്ച് അറേഞ്ച് ചെയ്യണമെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ കാണുന്ന പോർഷനിൽ ഓരോ ക്ലിപ്പുകളായിട്ട് എടുത്തതിൽ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ചെറിയ സ്ക്വയർ ബോക്സുകളായിട്ട് ഈ വീഡിയോ കാണുന്നതിന് സാധിക്കും. അപ്പോൾ എനിക്കിപ്പോൾ മൂന്നാമതിരിക്കുന്ന വീഡിയോ ഒന്നാമത് കൊണ്ടുവരണമെങ്കിൽ അതിൽ പതിയെ കൈകൊണ്ട് പിടിച്ച് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വച്ചാൽ മതിയാകും. വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രോസസ്സാണിത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇതിനെ വയ്ക്കാം. ഇതിനിപ്പോൾ ഇത്രയും സ്പീഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിനകത്ത് നിന്നും നമുക്കത് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതിപ്പോൾ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം, സ്പീഡ് കൂട്ടണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചുകൂടി സ്മൂത്തായിട്ട് ചെയ്യുന്നതിനായിട്ട് സ്പീഡ് എടുത്തതിന് ശേഷം ബാക്കിലോട്ടാണ്, അതായത് സ്ലോ മോഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ സ്മൂത്ത് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ സ്മൂത്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വലതുപക്ഷത്ത് കാണുന്ന അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ ക്ലിയറായിട്ട് സ്ലോ മോഷനിൽ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ 100% ആവുമ്പോഴത്തേക്കും നമുക്ക് സ്മൂത്ത് സ്ലോ മോഷൻ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിനകത്ത് വളരെ നല്ല രീതിയിൽ അത് അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇൻഷോട്ടിൽ ഈ ഒരു സെറ്റിങ്സിനെ പറ്റിയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിച്ച് ഞാനായിരുന്നത്. അടുത്ത ദിവസം ഇതിൻ്റെ കൂടുതൽ എഡിറ്റിംഗ് ക്ലാസ്സുകളുമായിട്ട്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങളുമൊപ്പം ഓരോ ദിവസമായിട്ട് ഷെയർ ചെയ്ത് തരുന്നതിനായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ സൈനിങ് ഓഫ് ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. ബൈ.